സുഹൃത്തുക്കളെ, ഇനി രണ്ടായി ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ടി വരില്ല സുഹൃത്തുക്കളെ. മങ്കമ്പ് വീട്ടിലേക്കുള്ള എന്റെ വരവ് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. നമ്മളിനി ഒന്നാണ് സുഹൃത്തുക്കളെ. ലയനം എന്റെ സ്വപ്നമാണ് തമ്പാനെ. നമ്മുടെ പ്രവർത്തകന്മാരും തിരുസഭയും നമ്മുടെ എല്ലാ ബന്ധുക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചൊരു പ്രസ്താവന, അതിന്റെ മേലിൽ കെട്ടിപ്പിടിച്ചൊരു പടം. നാളത്തെ മെയിൻ സ്റ്റോറി എല്ലാ പത്രക്കാർക്കും അത് തന്നെയാവും. എല്ലാവരും സ്പേസ് ഇട്ടേച്ച് വെയിറ്റ് ചെയ്യുക. പക്ഷെ അതിനു മുമ്പ് നമ്മൾ തമ്മിലൊരു ധാരണയിൽ എത്തണ്ടേ? എന്തോന്ന് ഇത്ര വലിയ ധാരണ? ഇറങ്ങിപ്പോകുമ്പോ താൻ വിട്ടിട്ട് പോയ എല്ലാ സ്ഥാനമാനങ്ങളും തിരികെ വരുമ്പോഴും തനിക്ക് കിട്ടും. അത് പോരല്ലോ പോൾ സാറേ. ഞാൻ പഴയ സ്ഥാനവും മാനവും കിട്ടുമോ എന്നറിയാൻ വന്നതല്ലോ. വില പറയാൻ വന്നവനാ ഞാൻ, വിൽക്കാനല്ല. ഞാൻ ചോദിക്കുന്നത് എന്തും തരാൻ തയ്യാറായിട്ട് വേണം പോൾ സാർ അവിടെ ഇരിക്കാൻ. വില പറയാനോ? നീയോ? എടവേ, രണ്ടു മുന്നണിയിൽ നിന്നും വെളിയിലായി ഇപ്പൊ ഏറിൽ നിൽക്കുന്ന നിനക്ക് ഇനിയുള്ള കാലം നിയമസഭയ്ക്കുള്ളിലെ കുളിര് കൊള്ളണമെങ്കിൽ നിരുപാധികം ഈ കാലിൽ വീണ് ലയിക്കാം. കണ്ടീഷൻസുമായിട്ട് വന്നിരിക്കുന്നു. അതെ MC പോൾ, കണ്ടീഷൻസ്. അത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും. അതെന്താണെന്നൊന്ന് കേൾക്ക്, ചുമ്മാ. ഓ ആയിക്കോട്ടെ, തമ്പാൻ സാർ പറ. കടുത്തുരുത്തി ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ സ്ഥാനാർത്ഥി. ലയനം കഴിഞ്ഞാൽ പാർട്ടിയുടെ റബ്ബർ സ്റ്റാമ്പ് ചെയർമാൻ നിങ്ങൾ, ജനറൽ സെക്രട്ടറിഷിപ്പ് എനിക്ക്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ എനിക്ക് മിനിസ്റ്റർഷിപ്പ്, അതും റവന്യൂ. ചിരിച്ചു തള്ളാതെ പൊളച്ചായ ട്രംപ് കാർഡ്, തുറുപ്പ് ചീട്ട് കയ്യെ വെച്ച തമ്പാൻ ജോസഫ് ഇരിക്കുന്നത്. നിങ്ങളുടെ കൂടും കുടുക്കിയും എല്ലാം കൂടെ വെട്ടാൻ പോകുന്ന തുറുപ്പ്. വാർത്തകൾ വിശദമായി. കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലയന സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് തമ്പാൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മലങ്കര കോൺഗ്രസ് ടി ഗ്രൂപ്പ് MC പോൾ അധ്യക്ഷനായ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ലയിക്കുന്നു. ലയന പ്രഖ്യാപന വേദിയിലേക്ക് കേരളം മുഴുവൻ ഈ ചരിത്ര മുഹൂർത്തം ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികം വാക്കുകൾക്കിവിടെ പ്രസക്തിയില്ല. നിങ്ങൾക്ക് കാണാം, ഈ വേദിയിലിരിക്കുന്ന എന്റെ സഹോദരനും മലങ്കര കോൺഗ്രസിന്റെ പ്രമുഖനായ പടനായകനുമായ ശ്രീ തമ്പാൻ ജോസഫും അനുയായികളും ഇതാ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കർഷക കേരളത്തിന്റെ അത്താണിയായ ഈ പ്രസ്ഥാനം ഈ കൂടിച്ചേരലോടുകൂടി പൂർവാധികം കരുത്തോടെ പ്രസക്തിയോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണ്. ചീഞ്ഞ കതറ്. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് എന്നാണ് മെനയുള്ള വല്ല ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഇതിപ്പോ ലയന സമയമല്ലോ, ഇന്ന് കതറ് മസ്റ്റാ. ഓ, ഡൽഹിയിലെ രാഷ്ട്രീയക്കാരൊക്കെ എന്നെ സ്റ്റൈലാന്നറിയാവോ? അവര് പകല് മാത്രമേ ഈ ക്ലാപ്പെടുത്തുള്ളൂ, ചുമ്മാ നാട്ടുകാരെ കാണിക്കാൻ. രാത്രി പിന്നെ അവിടെ ഉള്ളമാർക്കൊന്നും തുണിയെടുക്കാൻ നേരം കാണത്തില്ലല്ലോ. ലേസ ഡേവിഡോ? ഓ, താനെന്നാ? മലങ്കര കോൺഗ്രസിന്റെ മഹാലയന സമ്മേളനം നടക്കൂല്ലയോ കുഞ്ഞെ? തമ്പാന്റെ വിമത ഗ്രൂപ്പും പോൾ സാറിന്റെ ഔദ്യോഗിക ഗ്രൂപ്പും തമ്മിൽ ലയിച്ച് വേസ്റ്റാവുന്ന മേള കാണാൻ പോകുന്ന വഴിയാ. കൂട്ടത്തിൽ നീ ഇവിടെ ഉണ്ടായ നന്നായിരിക്കും തോന്നി. അല്ലടാ സെവി, നീ ആ കേസ് വിട്ടോ? ഏത് കേസ്? ചേടാ, നീ നിന്റെ അനിയനെ കൊന്നവനെ തിരക്ക് തേരാപ്പര നടക്കുമായിരുന്നല്ലോ. ഇടയ്ക്ക് വെച്ച് നിന്റെ ആവേശം കുറഞ്ഞല്ലേ? ഞാൻ പക്ഷെ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആളയാൻ പിടിച്ചു. ആരാന്ന് ചോദിക്കടാ ചെറുക്ക, നിനക്കറിയണ്ടടാ. നിന്റെ അനിയൻ ചെറുക്കന്റെ കഥ ഒരു വല്ലാത്ത കഥയാടാ ഉവി. രാജയോഗം അല്ലായിരുന്നു. മുന്നിൽ വിരിച്ചിട്ട പട്ടുപരവതാനി കൂടെ നടന്നു ചെന്ന് നസ്രാണിപ്പടയുടെ പുതിയ ഇടയന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ നിന്ന ചെറുക്കന്റെ വയറ്റിലല്ലയോ ഒരു പിച്ചാത്തി കയറി 4 തിരിയങ്ങ് തിരിഞ്ഞത്. അത് ആര് ചെയ്തു എന്ന് പറഞ്ഞ് തൊലക്കാടാ ഇവിടെ? തൊലക്കാടാ, അതിനല്ലേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നേ. സിബ്ലിംഗ് റൈവൽറി, ആദാമിന്റെ പിള്ളേര് തമ്മിൽ തുടങ്ങിയ വൈരാഗ്യവാ. MC പോളിന്റെ മോനെ, MC പോളിന്റെ ബദ്ധശത്രു തമ്പാനെ കൂട്ടുപിടിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വിലക്കെടുത്ത് അവൻ വഴി പരോളിലിറങ്ങി ഒരു ക്രിമിനലിനെ വാടകയ്ക്കെടുത്ത് ബെന്നി പോളെന്ന നാളത്തെ നേതാവിനെ കൊല്ലാൻ മാത്രം ചങ്കുറപ്പ് നിന്നെ കൊണ്ടെന്നറിഞ്ഞപ്പോ എന്റെ പൊന്ന് സേവിച്ച ഞാൻ അറിയാവുന്ന അടങ്ങി. സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലാൻ കാണിച്ച ക്രൂരതയോർത്തിട്ടല്ല. എന്റെ പൊന്നു കർത്താവേ, ഇവനാണല്ലോ മലങ്കര പാർട്ടിയുടെ തലപ്പത്ത് കയറിയിരുന്ന് ഈ നാടിനെ സേവിക്കാൻ പോകുന്നതല്ലോ എന്ന് ഓർത്തിട്ടാ. സ്വന്തം അനിയൻ ചത്താലേ തനിക്കൊരു രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ കാര്യത്തിൽ നീ MC പോളിന്റെ മോൻ തന്നെ. ഉണ്ണി, തോട്ടത്തിന്റെ കിഴക്കേ മൂലയ്ക്ക് ഒരു കുഴി കുത്താൻ പറയടാ. ഇവനെ അടക്കേണ്ട നേരമായി. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നീ അറിഞ്ഞ സത്യങ്ങൾ നീയും കൂടെ ആ കുഴി കിടന്നങ്ങ് വിശ്രമിക്ക്. നിനക്ക് RIP.
അതെനിക്ക് ബോധിച്ചു. ഡേവിഡിനൊരു കുഴി, അതും തോട്ടത്തിന്റെ കിഴക്കേ മൂലയ്ക്ക്. ശവപ്പെട്ടിയുടെ മൂടി വെക്കുന്നതിന് മുമ്പ് നീ നടത്തിയ കൽപ്പന എനിക്ക് വളരെ ബോധിച്ചു. കൊട്ടാരത്തി ജോണിന്റെ മോൻ ഡേവിഡ് 1.5 വയസ്സിലാ പിച്ച വെച്ചു തുടങ്ങിയത്. അന്നെങ്ങും വീണിട്ടില്ല, തപ്പിയും തടഞ്ഞും പിന്നൊരു വീഴ്ച അതും ഉണ്ടായിട്ടില്ല ഡേവിഡിന്. ആ ചരിത്രം തിരുത്തി എഴുതാൻ നീയല്ല, നിന്റെ അപ്പനല്ല, അയക്കൊരപ്പനുണ്ടായിരുന്നെങ്കിൽ അയക്കും കഴിയലടാ കഴിവറി. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്, നിന്നെയും കൊണ്ടേ ഞാൻ പോകും. സുഖം പിടിച്ചോളാം. ഞാൻ പരിക്ക് മൂലം വിശ്രമത്തില്ല. ഞാൻ ഈ കളി കണ്ടു നിന്നോളാം. നീ ഗാലറിയിൽ നിന്ന് കളിയുണ്ടോ? പക്ഷെ കമന്റ് അടിക്കരുത്. അവിടെ അടി, ഇവിടെ അടി, മറ്റടുത്ത് കുത്തം. ജോണി, യാതൊരു പ്രകോപനം ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, മരണം മരം മലങ്കരയുടെ അമരത്ത് ഞാൻ ഉണ്ടാവുമെങ്കിലും പുതിയ പാർട്ടി ചെയർമാനായി ശ്രീ തമ്പാൻ ജോസഫിനെ നിയമിച്ച തീരുമാനം ഞാനിവിടെ അറിയിക്കുകയാണ്. മറ്റൊരു തീരുമാനം മാധ്യമലോകത്തെ അറിയിക്കാനുള്ളത്, ശ്രീ ഉമ്മച്ചന്റെ രാജിയുടെ പേരിൽ കടുത്തുരുത്തിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പുത്രനും മലങ്കര യുവജന ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ സേവ്യർ പോൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സേവിച്ചൻ വേദിയിലേക്ക് വരണം. സേവിച്ചൻ. എന്റെ പേര് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കോ ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ എന്നെ മനസ്സിലായെന്ന് വരില്ല. ഞാനൊരു പാവം കോട്ടയം നസ്രാണിയാണ്. നസ്രയത്തുകാരന്റെ അനുയായി എന്ന അർത്ഥത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ ആ പേര് തന്നെയാണ് നല്ലത്, നസ്രാണി. എനിക്ക് പറയാനുള്ളത് കൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാലേ ഈ ലയന പ്രഖ്യാപന നാടകം പൂർണ്ണമാകും. എന്ത് അസംബന്ധമാണിത്? ഇയാൾ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? മിസ്റ്റർ, ഇത് പാർട്ടിയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനമാണ്. ഇറങ്ങി പോണം നിങ്ങൾ. പാർട്ടിയുമായി ഇയാൾക്ക് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല തമ്പാനെ, നിങ്ങളുടെ സമ്മേളനവും കലാപരിപാടികളും നടക്കുന്ന ദിവസങ്ങളിൽ കോട്ടയം ജില്ല വിട്ട് പോകുന്നവനാ ഞാൻ. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോകുന്ന നോൺസെൻസും അവരുടെ മുമ്പിൽ നടത്തുന്ന പൊറാട്ട നാടകവും കണ്ട് സഹിക്കാൻ വയ്യാത്തോണ്ട് ഇന്നിവിടെ വന്നത്. പക്ഷേ നിങ്ങളുടെ സംപൂജ്യരായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഈ മാധ്യമപ്രവർത്തകരോട് 2 വാക്ക് പറയാനാ. അതിനുള്ള അനുവാദം ഇവര് തന്നാ മതി. മിസ്റ്റർ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ, നിങ്ങൾ പറയണം, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അതിനോട് ഒരുത്തന്റെ അനുവാദം ആവശ്യമില്ല. യു പ്രൊസീഡ് മിസ്റ്റർ ഡേവിഡ്. അയാൾ പറയട്ടെ, അയാൾക്ക് പറയാനുള്ളൂ. കേൾക്കട്ടെ. അധികാരം തനിക്കും തന്റെ കാലശേഷം തന്റെ പുത്രപരമ്പരകൾക്കും എന്നും ഖജനാവ് കൊള്ള ചെയ്യാനും പൊതുജനമെന്ന പാവക്കൂട്ടങ്ങളെ ഭരിച്ചും ശിക്ഷിച്ചും രസിക്കാനുമുള്ള അധികാരം. അതിനുവേണ്ടി തരാതരം കൂട്ടുചേർന്ന് ഭിന്നിച്ചും പിളർന്നും വളർന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാഫിയകൾ നടത്തുന്ന നെറികെട്ട കളികളുടെ പിന്നിലെ സത്യം, അതാണ് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ രാജഗോപാൽ, കൊണ്ടുപോവനെ അതൊന്നും എടുത്ത് മാറ്റോ. നടക്കടാ ഇങ്ങോട്ട്. എന്താ ഇത്? മിണ്ടിപ്പോരുത്, ഇരിക്കണോ അവിടെ. നീക്കണം. MC പോളിന്റെ മൂത്ത സന്തതി സേവ്യർ പോൾ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്തപ്പടിയിൽ നിന്ന് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ
സ്വന്തം അനുജൻ തടസ്സമാണെന്നറിയുന്നു. അനിയനെ വാടക ഗുണ്ടായി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. ബുദ്ധി സേവിയർ പോളിന്റെ, ആസൂത്രണവും നടപ്പിലാക്കലും തമ്പാൻ ജോസഫിന്റെ. എല്ലാ സത്യങ്ങളും പറഞ്ഞ മലങ്കരയുടെ പരമാധികാരി MC പോളിന് വേറെ നിവൃത്തിയില്ലാതെ പോയി. തമ്പാൻ മുന്നോട്ട് വെച്ച ലയന ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയല്ലാതെ. തമ്പാന് പാർട്ടി ചെയർമാൻഷിപ്പ്, അനുജൻ ബെന്നി പോളിന് വേണ്ടി തന്തപ്പടി നീക്കിവെച്ച കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ MLA സ്ഥാനം ചേട്ടൻ സേവിയർ പോൾ. കൊലപാതക കുറ്റത്തിൽ നിന്നും നിരപരാധിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്തുക്കളും നടത്തിയ ഒരു അന്വേഷണമാണ് ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിലെനിക്ക് നന്ദി പറയാനുള്ളത് പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയെങ്കിലും മാപ്പുസാക്ഷിയാകാൻ തയ്യാറായ എന്റെ സുഹൃത്ത് SP രാജഗോപാലിനോട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ എന്റെ തൊഴിലിനെ, സർക്കാരിനെ, അതുവഴി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇന്ന് അവസാനത്തെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ രാജിവെക്കാൻ പോകുന്നു. എന്നിട്ട് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നീതിപീഠത്തിന്റെ മുന്നിലേക്ക് ഞാൻ പോകും. എന്നാ പിന്നെ ഇതുകൂടി മാധ്യമപ്രവർത്തകർ കേൾക്കണം. സത്യസന്ധതയോടെ യഥാർത്ഥ ജനസേവകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പോക്കറ്റടിക്കുന്നവനല്ല, ജനങ്ങളുടെ രക്ഷകനാകണം പൊതുപ്രവർത്തകൻ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. വാഗമണ്ണിലും അടിമാലിയിലും വ്യാജ പട്ടയങ്ങളിലൂടെ ഞാൻ സ്വന്തമാക്കിയ മുഴുവൻ ഭൂമിയും സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്റെ വർഗം നന്നാവാതെ ഈ നാട് നന്നാവില്ല. രാഷ്ട്രീയക്കാരിലെ ബഹുഭൂരിപക്ഷ എരപ്പാളികൾ നന്നായില്ലെങ്കിൽ ദൈവത്തിന് പോലും ഈ രാജ്യത്തെ രക്ഷിക്കാനാവില്ല. ഈ വാക്കുകൾ കേൾക്കുന്ന ജനങ്ങൾ, ജനപ്രതിനിധികൾ, നിയമപാലകർ, മാധ്യമപ്രവർത്തകർ എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, ഇവർ, ഈ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം. അതിന് വേണ്ടുന്ന തെളിവുകൾ, വ്യക്തവും ആധികാരികവും ശക്തവും സുദൃഢവുമായ തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട ആരുടെ മുന്നിലും ഹാജരാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ സന്നദ്ധനാണ്. മറിച്ച് നിയമത്തിന്റെ നൂൽപ്പഴുതിലൂടെ ഊർന്നിറങ്ങി വീണ്ടും കഞ്ഞിപ്പശ വടിപ്പരുവമാക്കിയ ഖദറുമിട്ടുകൊണ്ട് കവലപ്രസംഗം നടത്തുകയാണെങ്കിൽ ആയുധമെടുക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഒരു തലമുറ തെരുവിലിറങ്ങും. അവരോടൊപ്പം ഞാനും ഉണ്ടാകും.